ലാലേട്ടൻ പക്ഷേ കുറച്ചുകൂടെ മുമ്പ് ഇതുപോലെ ഈ പണ്ട് മലയാളത്തിലായിരുന്നു ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കുറച്ചുകൂടെ മുമ്പ് ഒരു പക്ഷേ ഈ ബോളിവുഡിലേക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ അതായത് കുറച്ച് ലേറ്റ് ആയിപ്പോയി കരിയറിൽ അങ്ങോട്ടുള്ള. അങ്ങനെ ലേറ്റ് ആണെന്ന് പോലും ഇതുവരെ എന്ത് ലേറ്റാണ് അങ്ങനെ ഇപ്പോഴും ഞാൻ ഒരിക്കലും അങ്ങനെ ശരി ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. അവരെന്നെ കമ്പനി എന്ന് പറയുന്ന സിനിമ അഭിനയിക്കാൻ തന്നെയാണ് വിളിച്ചത്. ഇപ്പം അതിനു മുമ്പ് എൻ്റെ പല സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ യോദ്ധ എന്നുള്ള സിനിമ, അല്ലെങ്കിൽ അഭിമന്യു എന്നുള്ള സിനിമ, ഇവൻ ദശരഥം എന്നുള്ള സിനിമ, അങ്ങനെ കുറേ സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. കാര്യം അവിടെ വലിയൊരു മാർക്കറ്റ് ശ്രീ മോഹൻലാലുണ്ട്. കാര്യം താങ്കൾക്ക് തന്നെ അറിയാവുന്ന പോലെ 50 ഇയേഴ്സിലെ മലയാളിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. 50 വർഷത്തെ ഏറ്റവും പ്രമുഖനായ മലയാളിയെ തന്നെ, അതൊക്കെ ഒരു വലിയ ഓണറാണ്. കാര്യം നോർത്തിലെ ജനങ്ങൾക്ക് പലപ്പോഴും മലയാള സിനിമയോട് റിലേറ്റ് ചെയ്യുന്ന പേരുകളിലൊന്നാണ്, പ്രത്യേകിച്ച് കമ്പനിക്ക് ശേഷവും അല്ലെങ്കിൽ പെർഫോമൻസ് ശേഷവും. ഇപ്പോൾ ഷോലെ പോലുള്ള, ഇനി അതിനെക്കുറിച്ചൊന്ന് പറയാം. ഷോലെ ഇനിയും എന്താണ് ഈ കമ്പനി എന്ന് പറയുന്ന സിനിമയും രാം ഗോപാൽ വർമ്മ എൻ്റെ ഒരു സിനിമയെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ, വന്ദനം എന്നുള്ളത് അല്ലേ. ആ വേറെ ഒരു വന്ദനം എന്ന് പറയുന്നത് വീണ്ടും പ്രിയദർശൻ്റെ വളരെ തമാശ സിനിമയാണ്. വളരെ കാലം മുമ്പ് അത് എന്നെ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാനന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കമ്പനി എന്ന് പറയുന്ന സിനിമയിലെ കഥ കേട്ടപ്പോൾ അതൊരു ഇറസിസ്റ്റബിൾ എന്ന് പറയുന്ന, നമുക്കൊരു ആക്ടർ എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ഭാഗ്യം കൂടെ വേണം ചില കഥാപാത്രങ്ങളെ ചെയ്യാൻ. നാളെ എല്ലാവരും കൂടി ആലോചിക്കുകയാണ്, ഷോലെ എന്ന് പറയുന്ന സിനിമ വരികയാണ്, അതിൽ സഞ്ജീവ് കുമാറിൻ്റെ റോള് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് കാര്യമല്ലോ. ദേ ഷുഡ് കോൾ അല്ലേ, നമ്മളെ വിളിക്കണം. അപ്പോൾ അതുപോലെയായിരുന്നു കമ്പനി എന്നുള്ളതിൽ വിളിച്ചു. അപ്പോൾ ആ സിനിമ അയാൾക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷോലെ എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പം എനിക്ക് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു വാക്കാണ് ഷോലെ എന്ന് പറയുന്നത്. അക്കാലത്ത് ഏറ്റവും ഭയങ്കര സിനിമയായിരുന്നു. ഇപ്പോഴും 5 വർഷത്തിലധികം ഇപ്പോഴും ഓടാറുണ്ട്. അപ്പോൾ ആ സിനിമയിലെ ഈ ഷോലെ എന്ന് പറയുന്നത് സഞ്ജീവ് കുമാറിൻ്റെ കഥയാണ്, ഠാക്കൂറിൻ്റെ കഥ. അപ്പോൾ ആ ഠാക്കൂറിന് ഇപ്പോൾ അതിൽ വേറൊരു പേരാണ് എനിക്ക് ഇപ്പോൾ ഈ പുതിയ ഷോലയിൽ. കാര്യം അവർ ഇപ്പോൾ ചമ്പൽക്കാടൊന്നും ഇല്ലല്ലോ, ബോംബെ. അപ്പോൾ ബോംബെ അണ്ടർ വേൾഡിൻ്റെ അതിൽ ഏറ്റവും ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അമിതാഭ് ബച്ചനാണ് ഗബ്ബർ സിംഗ് ആയിട്ട് ചെയ്യുന്നത്. അതിനും അദ്ദേഹത്തിന് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്.